ഒറ്റയ്ക്ക് താമസിക്കാനും ഒറ്റയ്ക്ക് കുക്ക് ചെയ്യാനൊക്കെ തുടങ്ങിയ സമയത്തുള്ള വല്ലാത്തൊരു ചിന്തയാട്ടോ, എന്തുണ്ടാക്കും ഇന്ന് എന്തുണ്ടാക്കും എന്ന്. അപ്പം ഇന്ന് ഇവിടെ ഉള്ളത് ഇത് മാത്രമേ ഉള്ളൂ. അപ്പം ഇതുകൊണ്ട് എന്തുണ്ടാക്കാം? നമ്മുടെ സ്ഥിരം സാധനം തന്നെ, മുട്ടയും ഒക്കെ വെച്ചിട്ടൊരു സെറ്റപ്പ്. അതിന് പ്രത്യേകിച്ച് പേരൊന്നുമില്ല. പേര് നമുക്ക് ഇഷ്ടമുള്ള ഇടാം. നമ്മളുണ്ടാക്കുന്നവരേക്ക് നമ്മൾ പേരിടാം, പിന്നെ ആരിടും. പിന്നെ നല്ല ദോശ ഉണ്ടായിരുന്നു കേട്ടോ. ദോശയാണെങ്കിൽ നമുക്ക് എളുപ്പം പരിപാടി തീരും, നല്ല ടേസ്റ്റുമാണ്. ദോശ ഇല്ലാത്ത മലയാളികൾക്ക് എന്താ ആഘോഷം. നമ്മളുണ്ടായിരുന്ന പച്ചക്കറിയും സാധനങ്ങളെല്ലാം അരിഞ്ഞ് കൂട്ടിയിട്ടുണ്ട്. പച്ചക്കറി എന്ന് പറയാൻ സബോളയും തക്കാളിയും പച്ചമുളകും മാത്രമേ ഉള്ളൂ, മതി. പിന്നെ 2 മുട്ട അങ്ങ് പൊട്ടിച്ചൊഴിച്ചു ചിക്കി. ഇതിനെ മുട്ട തോരനെന്നോ മുട്ട കുറുക്കിയതെന്നോ മുട്ട ചിക്കിയതെന്നോ എന്ത് പേര് വേണേലും വിളിക്കാം. അത് നമ്മുടെ ഇഷ്ടം. എൻ്റെ ഇഷ്ടം കഴിക്കുന്നതില്ല, അപ്പം ഞാനത് കഴിച്ചു, അത്രേ ഉള്ളൂ. ആരോടും പരാതി പറയേണ്ട കാര്യമില്ലല്ലോ. നമുക്ക് എന്തെങ്കിലും ഇഷ്ടമുള്ള കാര്യം കൊണ്ട് നമ്മുടെ എന്തുണ്ടെന്ന് നോക്കി അത് മാറുന്നിരിക്കുക. അല്ല നമ്മുടെ കയ്യിൽ അതില്ലല്ലോ എന്ന് ഓർത്ത് സങ്കടപ്പെടുന്നതിലും കാര്യം, നമ്മുടെ കയ്യിൽ ഇതെങ്കിലും ഉണ്ടല്ലോ എന്ന് സന്തോഷിക്കുന്നതിലെ കാര്യം. അപ്പം ദോശയും ആ തോരനും കൂട്ടി ഒരു പിടി അങ്ങ് പിടിച്ചു. വിശന്നിരിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും കിട്ടിയാൽ മതി എന്ന് ആലോചിക്കുന്ന പല സമയങ്ങളും സിറ്റുവേഷൻസും ഉണ്ടാവും. അങ്ങനെയുള്ളപ്പോൾ ഇതൊക്കെ ലക്ഷറി അല്ലേ. അപ്പം ഞാൻ ഉണ്ടാക്കിയോണ്ട് എനിക്കിഷ്ടമാണ്, ഞാൻ കുറ്റം പറയാനുമില്ല. തെറ്റുണ്ടെങ്കിൽ ഞാൻ സഹിച്ചു. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പം